2023 ഓഗസ്റ്റ് 21 വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനുമായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതാകുന്നത്. ഇത്ര കാലം പോലീസ് അന്വേഷിച്ചിട്ടും തുമ്പൊന്നും കിട്ടിയില്ല. ഇപ്പോഴിതാ മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. തിരോധാന കേസിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടുവെന്ന് PV അൻവർ MLA ആരോപിച്ചതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. 2023 ഓഗസ്റ്റ് 21 വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനുമായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതാകുന്നത്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തലക്കുളത്തൂർ ഭാഗത്തുള്ളതായി കണ്ടെത്തി. എന്നാൽ പിന്നീട് അന്വേഷണ സംഘത്തിന് യാതൊരു തുമ്പും കണ്ടെത്തുവാൻ സാധിച്ചില്ല. നിരവധി പേരെ ചോദ്യം ചെയ്തു, എന്നിട്ടും ഫലമില്ല. അദ്ദേഹത്തിന്റെ തിരോധാനത്തിനു പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ടെന്നും കഴിഞ്ഞ ദിവസം PV അൻവർ MLA ആരോപിച്ചിരുന്നു. മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട വേറെ വിഷയമാണ്. MLAയുടെ ആരോപണത്തിനു പിന്നാലെ കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട മുഹമ്മദ് ആട്ടൂരിന്റെ കുടുംബം നൽകിയ പരാതി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നിലവിൽ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന്റെ തലവൻ മലപ്പുറം SP S ശശിധരൻ കേസ് CBIക്ക് കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസം DGPക്ക് ശുപാർശ നൽകിയിരുന്നു. എന്നാൽ DGP അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്നാണ് DGPയുടെ നിർദ്ദേശം. മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നേരത്തെ മുഖ്യമന്ത്രിയെ കണ്ടതിനെ തുടർന്ന് കേസ് ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കൈമാറി. എന്നാൽ മാമി തിരോധാന കേസിൽ ADGP MR അജിത് കുമാർ നിയമവിരുദ്ധമായി ഇടപെട്ടു എന്നാണ് ആരോപണം. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.